നമസ്കാരം. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ തവണ ഡ്രീമായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷയിലെത്തി നിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, കൊച്ചു കുട്ടികളാണ്. നിങ്ങൾ അറിവിൻ്റെ ലോകത്താണ് ഇപ്പോൾ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വലുതായി കഴിഞ്ഞാലും, എത്ര അറിവ് നിങ്ങൾ നേടിക്കഴിഞ്ഞാലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും ലോകത്ത് ഒരുപാട് അറിവുകളുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അങ്കിൾ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ചെറിയ കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. രവീന്ദ്രനാഥ് ടാഗോറുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണത്. ആരാ രവീന്ദ്രനാഥ് ടാഗോർ? ഒരു മഹാകവിയായിരുന്നു അല്ലേ? നമ്മുടെ ഭാരതത്തിലേക്ക് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ആദ്യമായി കൊണ്ടുവന്നത് അദ്ദേഹമാണ് അല്ലേ? ഒരുപാട് പ്രശസ്തനായ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഈ രവീന്ദ്രനാഥ് ടാഗോർ എന്നും പുസ്തകം വായനയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ ഒരു നദിയിലൂടെ യാത്ര ചെയ്ത് അങ്ങ് ദൂരെ ഒറ്റയ്ക്ക് പോയി അവിടെ ഇരുന്ന് ഹൗസ് ബോട്ടിലിരുന്ന് പുസ്തകം വായിക്കുമായിരുന്നു. ഒരു ദിവസം നല്ല നിലാവുള്ളൊരു രാത്രിയാണ്. അദ്ദേഹം രാത്രിയിൽ ഹൗസ് ബോട്ട് സ്വയം തുഴഞ്ഞു പോയി അങ്ങ് നദിയിൽ അങ്ങ് ദൂരെ പോയി വനാന്തരത്തിൽ പോയിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല നിലാവെളിച്ചമാണ് ചുറ്റും. പക്ഷെ അദ്ദേഹം അതൊന്നും കാണുന്നില്ല. പുസ്തകത്തിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. പക്ഷെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തോ കൺഫ്യൂഷൻസ് വന്നു. അദ്ദേഹം എന്തെന്നറിയാമോ? മുന്നിലിരിക്കുന്ന മെഴുകുതിരി ഊതിക്കെടുത്തി പുസ്തകം മടക്കി വെച്ചു. അപ്പൊ അദ്ദേഹം കാണുന്നു, ഈ ഹൗസ് ബോട്ടിന്റെ ജനലഴികൾക്കിടയിലൂടെ നിലാവിങ്ങനെ പതഞ്ഞൊഴുകി വരുന്നത് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് മുഴുവൻ നിലാവാണ്. നദിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ പാലുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇലത്തുമ്പിലൊക്കെ നിലാവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അകത്ത് വന്ന് ഡയറിയിൽ എഴുതി വെച്ചു. എന്താണെന്നറിയാമോ? ആ വെളിച്ചം, ആ നിലാ വെളിച്ചം എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന ആ മെഴുകുതിരി വെട്ടമാണ് വെളിച്ചമെന്ന് കരുതിയപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. ആ വെളിച്ചം എന്നിലേക്ക് കടന്നു വന്നില്ല. എപ്പോഴാണോ ഞാൻ മെഴുകുതിരി ഊതിക്കെടുത്തിയത്, ആ നിമിഷം ആ നിലാവ് പാല് പോലെ എന്നിലേക്ക് പതഞ്ഞൊഴുകി വന്നു എന്നുള്ളത്. എന്താ മനസ്സിലായത്? നമുക്ക് അറിവുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറിവ് നമ്മളിലേക്ക് വരില്ല. നേരെമറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞ കപ്പ് പോലെ വേണം നമ്മുടെ മനസ്സിനെ കൊണ്ട് നടക്കാൻ. ഇപ്പോൾ ഒഴിഞ്ഞ കപ്പ് കൊണ്ട് ഒരു മാജിക് കാണിച്ചോണ്ട് തുടങ്ങാം അല്ലേ? അതല്ലേ നല്ലത്? അവർ 2 കപ്പ് അങ്കിളുടെ കയ്യിലുണ്ട്. 2 പേപ്പർ കപ്പാണ് അല്ലേ? ഒരു കപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. 2 കപ്പ് അങ്കിളുടെ കയ്യിലുണ്ട്. മുകളിലൂടെ വന്നേ. നമ്മളുടെ പേരെന്താണ്? ദേവിക. ദേവിക അങ്കിൾക്ക് തരുന്നത് ഒരു ഒഴിഞ്ഞ കവറാണ്. എംപ്റ്റി ആയിട്ടുള്ള കവറാണ്. കണ്ടോ? 2 കപ്പ് അങ്കിളുടെ കയ്യിലുണ്ട്. ഈ ഒന്നാമത്തെ പേപ്പർ കപ്പ് അങ്കിൾ എടുത്തു. ഈ പേപ്പർ കപ്പ് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് അങ്കിൾ ഇങ്ങനെ വെച്ചു. ഓക്കെ. എന്നിട്ട് മോളുടെ കയ്യിൽ ഇത് പിടിക്കാൻ വേണ്ടി തന്നു. ഇപ്പൊ ഇതിനകത്തൊരു പേപ്പർ കപ്പ് ഉണ്ടല്ലേ? ഇനി രണ്ടാമതൊരു പേപ്പർ കപ്പ് ഇവിടെയുണ്ട്. അപ്പൊ മോൾക്ക് ഒരു പേപ്പർ കപ്പ്, അങ്കിളുടെ ഒരു പേപ്പർ കപ്പ്. ഇനി മോള് കയ്യിലുള്ള ഈ കവർ ഇങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഈ പേപ്പർ കപ്പിനെ അങ്കിൾ ഇങ്ങനെ അടിച്ചു കയ്യിൽ വെച്ചു. കണ്ടോ? ഇപ്പോൾ അങ്കിളുടെ കയ്യിൽ ഒരു പേപ്പർ കപ്പ് ഉണ്ട്. ഇനിയാണ് മാജിക്. വാച്ച് കെയർഫുള്ളി. നമ്പർ 1, 2 and 3. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്താ ഉള്ളത്? തുറന്നു നോക്കി. അങ്കിളുടെ കയ്യിലേക്ക് ഇട്ടോ. ഹാപ്പി? അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ. നമ്മുടെ റൗണ്ടിലേക്ക് കിടക്കുന്നു ഹോപ്പ് പ്രതീക്ഷ. ഹോപ്പ് റൗണ്ട്. ഈ റൗണ്ടിൽ 7 ചോദ്യങ്ങളാണ് ഉള്ളത്. ഓരോ ചോദ്യത്തിനും ആദ്യം ബസർ അമർത്തുന്നവർക്ക് ഉത്തരം പറയാം. ബസർ അമർത്തി കഴിഞ്ഞാൽ നിർബന്ധമായും ഉത്തരം പറയേണ്ടതാണ്. ശരിയുത്തരമാണ് പറയുന്നതെങ്കിൽ 10 പോയിന്റും തെറ്റുത്തരമാണ് പറയുന്നതെങ്കിൽ -5 പോയിന്റുമാണ് ലഭിക്കുക. 7 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ അങ്കിൾ ചോദിക്കും. ഉത്തരം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബസറിൽ നിങ്ങൾ പ്രസ് ചെയ്യാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബസറിൽ ഒരാൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് പ്രസ് ചെയ്തിട്ട് കാര്യമില്ല, അത് വർക്ക് ചെയ്യില്ല. ഒരു സമയത്ത് ഒരു ബസറെ വർക്ക് ചെയ്യും. ഹോപ്പിലെ ഒന്നാമത്തെ ചോദ്യം. വിദേശത്ത് ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ടീം ഗ്രീൻ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. വിദേശത്ത് ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഈ ഒരു ആൻസർ. മമ്പുറം തങ്ങൾ. ആ ആൻസർ കറക്റ്റ് ആണോ തെറ്റാണോ എന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. സോ യെസ് ഓർ നോ? യെസ് ഓർ നോ? യുവർ ആൻസർ ഈസ് യെസ്. And it is the biggest
ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ള കാര്യം അല്ലേ. ബസറിൽ ആരാണോ ആദ്യമായിട്ട് പ്രസ് ചെയ്യുന്നത് അവർക്കാണ് സമ്മാനം കിട്ടുക. സോ ദാറ്റ്സ് നൈസ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷമാണ്. കാരണം ആദ്യത്തെ ഇന്നത്തെ ഫസ്റ്റിലെ ചോദ്യം തന്നെ വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു. എവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത്? യമനിലായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. പെർഫെക്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ ചോദ്യം. ബസറിൽ വിരൽ റെഡിയാക്കി വെച്ചോളൂ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബസറിൽ വിരൽ അമർത്തി കഴിഞ്ഞാൽ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് നഷ്ടപ്പെടും. Got it? രണ്ടാമത്തെ ചോദ്യം. ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന് വൺസ് അഗെയിൻ ടീം ഗ്രീൻ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. വെരി ഫാസ്റ്റ്. പക്ഷേ നിങ്ങളുടെ ഉത്തരം അറിയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്. ജൂൺ 12. ജൂൺ 12. ഇത് ഉറപ്പായിട്ട് പറഞ്ഞതാണോ? വ്യക്തമായിട്ട് ബോധമുള്ളത് പറഞ്ഞതാണോ? ഷുവറാണോ? എനിക്ക് സംശയമാണ്. ജൂൺ 12 ആണോ? നോക്കാം, നമുക്ക് യെസ് ഓർ നോ നോക്കാം അല്ലേ. സോ യുവർ ആൻസർ യെസ് ഓർ നോ. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് യെസ്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതൊരു ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കാൽക്കുലേഷൻ പവർ ആണ്. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, റെഡിയാണല്ലോ എല്ലാവരും? നീണ്ട ക്യൂവിൽ മുന്നിൽ നിന്ന് എണ്ണിയാലും പിന്നിൽ നിന്ന് എണ്ണിയാലും 30ാമത്തെ ആളാണ് ബാബു എങ്കിൽ ക്യൂവിൽ ആകെ എത്ര ആളുകൾ ഉണ്ടാവും? വയലറ്റ് ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ടീം വയലറ്റ് ആൻസർ പറയാൻ റെഡിയാണോ? റെഡിയാണ്. സോ വാട്ട്സ് യുവർ ആൻസർ? 29. 29. ചോദ്യം വ്യക്തമായിട്ട് കേട്ടതാണല്ലോ അല്ലേ? ഒരു നീണ്ട ക്യൂ ആണ്. മുന്നിൽ നിന്ന് എണ്ണിയാലും പിന്നിൽ നിന്ന് എണ്ണിയാലും ബാബു 30ാമത്തെ ആളാണ്. ക്യൂവിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. യുവർ ആൻസർ ഈസ് 29. 29. യെസ് ഓർ നോ? ദാറ്റ്സ് ദ റോങ് ആൻസർ. ഇതാണ് ഞാൻ പറഞ്ഞത്. മാത്തമാറ്റിക്സ് ആവുന്ന സമയത്ത് നമുക്ക് മറ്റേത് വിഷയങ്ങളാണെങ്കിലും അതിനോട് അടുപ്പിച്ച് നമുക്ക് ആൻസറുകൾ പറയാം അല്ലേ. ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്കിന് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് പോലും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും മാത്സ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. റൈറ്റ് ആൻസർ ഈസ് 59. 59 ആണ്. അപ്പൊ അവിടുന്ന് എണ്ണിയാലും 30 നടുവിലാണ് വരുന്നത്. ഗോട്ട് ഇറ്റ്, ഗോട്ട് ഇറ്റ്. അപ്പൊ ഇന്ന് വീട്ടിൽ പോയി ഒരു 59 ചെറിയ ചെറിയ ചോക്കിന്റെ പീസുകളോ കല്ലുകളോ ഇങ്ങനെ പെറുക്കി വെച്ചിട്ട് ഒരു കല്ലുവിന് ബാബു എന്ന് പേരിട്ടിട്ട് അവിടെ നിന്നെയാലും ഇവിടെ നിന്നെയാലും കറക്റ്റ് ആവും. അപ്പോഴേ മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് പറയേണ്ട. നമ്മൾ 3 ചോദ്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ കൂടിയുണ്ട്. മൊത്തം 7 ചോദ്യങ്ങളാണ്. നമ്മൾക്ക് ആ 4 ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. But here a little break. തിരിച്ചു വരാം വീണ്ടും ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ലോകത്തേക്ക്. ഒഡീസിയ, ദേശാഭിമാനി, അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 4ാമത്തെ ചോദ്യം. ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബസറിൽ കൈവച്ച് നിൽക്കാം. ഓക്കെ, അപ്പൊ റെഡിയായി നിന്നോളൂ. 4ാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായ മലയാളത്തിലെ പ്രശസ്ത കവിയുടെ പേര് എന്ത്? ചോദ്യം പൂർത്തിയാവുന്നതിന് മുമ്പ് ബസറിൽ അമർത്തി കഴിഞ്ഞു. വണ്ടർഫുൾ. ഇൻഡിഗോ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചോദ്യം കൃത്യമായിട്ട് കേട്ടതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായ മലയാളത്തിലെ പ്രശസ്ത കവിയുടെ പേര് എന്ത് എന്നതാണ് ചോദ്യം. യുവർ ആൻസർ? കുമാരനാശാൻ. കുമാരനാശാൻ. അതാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. യെസ് ഓർ നോ? That's the right answer. Perfect. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 5ാമത്തെ ചോദ്യം. റെഡി? എല്ലാവരും ഒന്ന് ബ്രീത്ത് ഒക്കെ എടുത്തോളൂ.
റെഡിയാണല്ലോ അല്ലേ? ഇനി ചോദ്യം ചോദിക്കാൻ പോവാണ്. 5ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ചോദ്യം കേട്ടോളൂ. ഒളിമ്പിക്സിൽ ആദ്യമായി ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏർപ്പെടുത്തിയത് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ്. വാൾഡി എന്ന് പേരിട്ട ഈ ചിഹ്നം ഏത് മൃഗത്തിൻ്റെതായിരുന്നു? ആരും പ്രസ് ചെയ്തിട്ടില്ല. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഒളിമ്പിക്സിൽ ആദ്യമായി ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏർപ്പെടുത്തിയത് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ്. വാൾഡി എന്ന് പേരിട്ട ഈ ചിഹ്നം ഏത് മൃഗത്തിൻ്റെതായിരുന്നു? ആരും പ്രസ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോ അങ്കിൾ ഉത്തരം പറയണം അല്ലേ? പറയണ്ടേ? ദി ആൻസർ ഈസ് നായക്കുട്ടി. ആരായിരുന്നു? പറ. നായക്കുട്ടിയായിരുന്നു അല്ലേ? നായക്കുട്ടിയുടെ ചിത്രമായിരുന്നു അതിന്റെ ചിഹ്നമായിട്ട് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിനു മുമ്പായി എ സ്മോൾ ബ്രേക്ക്. നമ്മൾ തിരിച്ചു വരുന്നു. ഒഡീസിയ ദേശാഭിമാനി അക്ഷരമറ്റം ക്വിസ് ഫെസ്റ്റിവൽ 2016 സീസൺ 6. 5 ചോദ്യങ്ങൾ നമ്മൾ ഉജ്ജ്വലമായി നേരിട്ട് കഴിഞ്ഞു. നമ്മളല്ല, നിങ്ങൾ നേരിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി 6ാമത്തെ ചോദ്യം, അത് കഴിഞ്ഞാൽ 7ാമത്തെ ചോദ്യം. 2 ചോദ്യങ്ങൾ മാത്രമാണ് നേരിടാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? ചോദ്യം കേൾക്കാൻ റെഡിയാണോ? ഉത്തരം മനസ്സിൽ തയ്യാറാക്കാൻ റെഡിയാണോ? ബസറിൽ പ്രസ് ചെയ്യാൻ റെഡിയാണോ? ഓർക്കുക, ബസറിൽ ഉത്തരം അറിയുമെങ്കിൽ മാത്രമേ പ്രസ് ചെയ്യാവൂ, അതല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ മൈനസ് മാർക്കാണ്. ചോദ്യം, 6ാമത്തെ ചോദ്യം ഇതാണ്. കേരള സ്ത്രീ പഠന കേന്ദ്രത്തിന്റെ PK റോസി പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? ബ്ലൂ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ബ്ലൂ പ്രസ് ചെയ്ത് കഴിഞ്ഞു. വ്യക്തമായി ആൻസർ അറിയുന്ന രീതിയിലാണ് പ്രസ് ചെയ്തിരിക്കുന്നതാണ് വിശ്വാസം. ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ടീം ബ്ലൂ. KPSC ലളിത. KPSC ലളിതയ്ക്കാണ് ഇത്തവണ PK റോസി പുരസ്കാരം കിട്ടിയത് എന്നാണ് ടീം ബ്ലൂ പറയുന്നത്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് റൈറ്റ് ഓർ നോട്ട്. എനിവേ, യെസ് ഓർ നോ? വെയിറ്റ് എ ബിറ്റ്. That's a perfect test. Perfect test. Congratulations. KPSC ലളിത നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ്. KPSC ലളിത ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആണ്. നിങ്ങൾക്കറിയാം അല്ലേ? വലിയൊരു അഭിനേത്രിയാണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ മഹത്തായ ഒരു വ്യക്തിത്വമാണ് KPSC ലളിത. വണ്ടർഫുൾ. ഇനി 7ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഈ ഹോപ്പിലെ, അതായത് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ഈ സെഗ്മെന്റിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. റെഡിയാണോ? 7ാമത്തെ ചോദ്യം. ചോദ്യം കേട്ടോളൂ. കേരള ഗവൺമെന്റ് നവകേരള മിഷന്റെ ഭാഗമായി മികച്ച ചികിത്സ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ എന്നൊരു പദ്ധതിയുമുണ്ട്. അതിന്റെ പേര് എന്താണ്? പ്രസ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ടീമാണ്. ഓറഞ്ച്. ആർദ്രം. ആർദ്രം എന്നാണ് പേര്. ഷുവർ? ഷുവർ? ഓക്കെ, നോക്കാം. Yes or no? Your answer yes or no? That yes. Congratulations. Very good. Yes. അപ്പോൾ 7ാമത്തെ ചോദ്യം അവസാനിക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ പുതിയ പദ്ധതിയായിട്ടുള്ള ആർദ്രത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹരിത കേരളം. എന്താ ഹരിത കേരളം എന്ന് പറഞ്ഞാൽ? നമ്മുടെ കേരളം മുഴുവൻ സമൃദ്ധമായി പച്ച നിറങ്ങളെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മാലിന്യമാണ്. വീടുകളിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന മാലിന്യം, റോഡരികിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന മാലിന്യമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയ മാജിക് നിങ്ങൾക്ക് കാണിക്കാം. ഈ മാജിക് കാണിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാജിക് കാണിക്കാനല്ല, നേരെ മറിച്ച് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ഏർപ്പാടാക്കിയുള്ള ഒരു പുതിയ പദ്ധതിയുണ്ട്, കിച്ചൺ ബിൻ എന്ന് പറയുന്നൊരു പരിപാടി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ കിച്ചൺ ബിൻ? അതായത് ഉറവിട മാലിന്യ സംസ്കരണം എന്നാണ് അതിൻ്റെ പേര്. അതായത് വീട്ടിലുണ്ടാവുന്ന മാലിന്യങ്ങളെ നമുക്ക് തന്നെ സ്വന്തം സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം. അതിന് വേണ്ടിയിട്ട് മാജിക് കാണിക്കാൻ വേണ്ടി പരിചയപ്പെടുന്നത് ഇതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന കിച്ചൺ ബിൻ എന്ന് പറയുന്നത്, ഇതിനകത്തൊരു ചാക്കുണ്ട്. ആൻഡ് ഹിയർ ഈസ് ആൻ എംപ്റ്റി കിച്ചൺ ബിൻ. ആൻഡ് ഇറ്റ്സ് ആൻ എംപ്റ്റി കിച്ചൺ ബിൻ. ഈ കിച്ചൺ ബിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിനകത്തൊരു ചാക്കുണ്ടാവും. ആ ചാക്കിനകത്ത് എങ്ങനെ മാലിന്യങ്ങൾ നമ്മൾ സംസാരിക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാക്ക് നമ്മൾ ആദ്യം ഈ ബിന്നിനകത്തേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്
ഈ ചാക്കിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ചകിരിച്ചോറും ഇതുപോലെ തന്നെ നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. ഇതെന്താ സാധനം അറിയാമോ? എന്താ? പൊറോട്ട എന്ന് പറയുന്നത് മൊത്തം വേസ്റ്റാണ്. ഫ്രഷ് പൊറോട്ടയാണെങ്കിലും വേസ്റ്റാണ്. നിങ്ങൾ പൊറോട്ട കഴിക്കാറുണ്ടോ? പൊറോട്ട കഴിച്ചാൽ വലിയ ഡേഞ്ചറസ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതുപോലെ ചകിരിച്ചോറ് ഈ ചാക്കിനകത്ത് കുറച്ചിടണം. ഓക്കെ, അതിനുശേഷം ഈ വേസ്റ്റ് ഇതിനകത്തേക്ക് ഇടണം. ഓരോ ദിവസം ഉണ്ടാവുന്ന വേസ്റ്റുകൾ. അതിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ ചകിരിച്ചോറ് വീണ്ടും നമ്മൾ ഫില്ല് ചെയ്യുന്നു. പിറ്റേ ദിവസം ഉണ്ടാവുന്ന വേസ്റ്റിനെ വീണ്ടും അതിൻ്റെ മുകളിൽ വെക്കുന്നു. ഇങ്ങനെ ഈ ചാക്ക് നിറയുന്നത് വരെ എത്ര ദിവസമാണെങ്കിലും വീട്ടിലുണ്ടാവുന്ന വേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ? എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പോസ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ വളമായിട്ട് മാറും. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അടച്ച് ഇതുപോലെ വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ? കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് അത്ഭുതം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി മാജിക്. ഞാൻ പറയുന്നത് ഇത് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മുടെ കേരളം മുഴുവൻ പൂക്കളെ കൊണ്ട് നമുക്ക് നിറയ്ക്കാം. And once again it's an empty jar. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ കേരളം മുഴുവൻ സമൃദ്ധമായ പൂക്കളെ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ഹരിത കേരളത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മാലിന്യങ്ങളെ ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെ നമ്മൾ സ്വയം കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഉത്തരം പറഞ്ഞു. ചില ഉത്തരങ്ങൾ തെറ്റിപ്പോയി അല്ലേ? ഒരുപാട് മാജിക് കണ്ടു, ഒരുപാട് കഥ പറഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് കിടക്കുന്നത്. 7 ടീമാണ് ഇപ്പോൾ നിങ്ങൾ മത്സരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും ഇത് 5 ടീമായിട്ട് മാറും. സ്വാഭാവികമാണ് അല്ലേ? നമ്മളൊരു മത്സരം വരുന്ന സമയത്ത് ചില ടീമുകൾ കൊഴിഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് മത്സരത്തിൽ വിജയികൾ ഉണ്ടാവുന്നത്. ആ വിജയത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് നില ഒന്ന് നോക്കേണ്ടതുണ്ട്. വയലറ്റ് ടീമിന് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് -5 ആണ്. ഇൻഡിഗോക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 20 മാർക്സ് ആണ്. വണ്ടർഫുൾ, വെരി ഗുഡ് പെർഫോമൻസ്, വെരി നൈസ്. മൂന്നാമത്തെ ടീം ബ്ലൂ ആണ്. ബ്ലൂവിന് കിട്ടിയിട്ടുള്ള മാർക്ക് 20 മാർക്സ്. ഗ്രീൻ ടീമിന് കിട്ടിയിട്ടുള്ള മാർക്കും അതേ മാർക്ക് തന്നെയാണ്, 20 മാർക്സ്. കൺഗ്രാജുലേഷൻസ്. യെല്ലോക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്സ് ആണ്. ആൻഡ് ഓറഞ്ച് യു ഗോട്ട് 10 മാർക്സ്. ആൻഡ് ലാസ്റ്റ് റെഡ് ടീമിന് കിട്ടിയിട്ടുള്ള മാർക്കും 10 മാർക്സ് ആണ്. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനാണ് അല്ലേ? ഇവിടെ 3 ടീമിന് യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്, നിങ്ങൾക്ക് 3 പേർക്കും കിട്ടിയിട്ടുള്ള മാർക്ക് 10 മാർക്കാണ്. സോ ഇവിടെ നമ്മൾ 5 ടീമാണ് ഇനി അവശേഷിക്കേണ്ടത്. അടുത്ത വാർ എന്ന സെഗ്മെന്റിലേക്ക് പോകേണ്ടത് 5 ടീമാണ്. അതുകൊണ്ട് ഒരു ലാസ്റ്റ് പാർട്ട് ടൈ ബ്രേക്കർ എന്നുള്ള രീതിയിൽ നിങ്ങൾ 3 പേർ മാത്രം അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുക. ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ അവകാശം. മറ്റുള്ളവർ ബസറിൽ നിന്ന് കൈയെടുക്കാം, ഫ്രീ ആയിട്ട് നിൽക്കാം. ഓക്കെ, ചോദ്യം ആരാണോ ബസറിൽ ആദ്യം പ്രസ് ചെയ്യുന്നത് അവരായിരിക്കും ആൻസർ പറയേണ്ടത്. അവരായിരിക്കും അടുത്ത എപ്പിസോഡിലേക്ക് കടന്നു കയറുന്നത്. ഓക്കെ, ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഓറഞ്ചാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യുവർ ആൻസർ? വാസനാവികൃതി. And you got the right answer, വാസനാവികൃതി. So team orange, നിങ്ങൾക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാനുള്ള ഫ്ലാഗ് റെഡി ആയി കഴിഞ്ഞു. പച്ച ഫ്ലാഗ് റെഡി ആയി കഴിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇനി നിങ്ങൾ പ്രസ് ചെയ്യേണ്ടതില്ല, ഇനി നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ഇനി ചോദ്യം ചോദിക്കുന്നത് യെല്ലോ ആൻഡ് റെഡ്. വളരെ നിർണായകമാണ്. ഇതിൽ ആരാണ് അടുത്തതിലേക്ക് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ചോദ്യത്തിലായിരിക്കും. ഈ ചോദ്യത്തിൽ റെഡിയാണോ? യെല്ലോ ആൻഡ് റെഡ്. ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ പുനരുൽപാദന ശേഷിയുള്ള ഏക അവയവം ഏതാണ്? And your answer please. കരൾ. That's the right answer. Perfect. Congratulations. Very good. Orange and red, you are in. Very good. Alright. 2 എപ്പിസോഡുകൾ അവസാനിക്കുന്ന സമയത്ത് ഡ്രീം ആൻഡ് ഹോപ്പ്, 2 എപ്പിസോഡുകൾ അവസാനിക്കുന്ന സമയത്ത് 5 ടീമുകൾ മാത്രമാണ് ഇനി ബാക്കിയാവുന്നത്. 2 ടീമുകൾ ഇതിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഏറ്റവും കുറഞ്ഞ പോയിന്റ് നേടിയ യെല്ലോ ആൻഡ് വയലറ്റ് ടീമുകൾ ഒഴിവാക്കപ്പെടുന്നു. 2 ടീമുകളാണ് വിട്ടുപോകുന്നത്.
മനോഹരമായിട്ടുള്ള സമ്മാനമുണ്ട്. ഇനിയും മത്സരത്തിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. നന്നായിട്ട് മത്സരത്തിൽ പങ്കെടുക്കണം. സ്റ്റേജിയ ഈ ഭാഗത്ത് നോക്കാം. ഓക്കെ, ഹാപ്പിയായി. നിങ്ങൾക്ക് 2 പേർക്കും ISRT നൽകുന്ന ഒരു മാത്തമാറ്റിക്സ് ലാബ് കിറ്റാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഉജ്ജ്വലമായിട്ട് ഇനിയും പഠിക്കാൻ സാധിക്കട്ടെ 2 പേർക്കും. നല്ല കയ്യടി കൊടുക്കാം. ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട് നന്നായിട്ട് പങ്കെടുക്കാം കേട്ടോ. ഇനി മത്സരത്തിലൊക്കെ പങ്കെടുക്കണം. ഇനി നാളെ അന്ന് അങ്കിൾ പറഞ്ഞ പോലെ, പണ്ടൊരിക്കൽ പറഞ്ഞ പോലെ, ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ച് പറയണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ആൻഡ് ടീം യെല്ലോ കം ഓവർ ഹിയർ. ഇവരോട് പറയാനുള്ളത് തന്നെയാണ്. 2 പേരും നന്നായിട്ട് മത്സരിച്ചു, നന്നായിട്ട് ഫൈറ്റ് ചെയ്തവരല്ലേ. ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും മാത്തമാറ്റിക്കൽ ലാബ് കിറ്റ്. വെരി ഗുഡ്. 2 ടീമുകൾ മാത്രമാണ് വിട്ടുപോകുന്നത്, യെല്ലോ ആൻഡ് വയലറ്റ്. അടുത്ത സെഗ്മെന്റിൽ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്, ഈ 5 ടീമുകൾ വീണ്ടും മത്സരിക്കും. അവിടെ യുദ്ധമാണ്, വാറാണ്. ആ മത്സരത്തിൽ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ വിക്ടറിയിലേക്ക് കടന്നു കയറുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ചോദ്യങ്ങൾ കേൾക്കാനായി വീണ്ടും വരിക. നമ്മളെല്ലാവരും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഒരു ദിവസം കൂടി അടുത്ത ചോദ്യങ്ങൾക്ക് വേണ്ടി, ഉത്തരങ്ങൾക്ക് വേണ്ടി. അതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം.